ഹോർമുസ് കടലിടുക്ക് ദ റിവഞ്ച് എന്ന പേരിൽ ഒരു സിനിമ എടുക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ്. തന്റെ ഫോളോവേഴ്സ് നിർബന്ധിച്ചാൽ സിനിമ ചെയ്യുമെന്നും 2 ഭാഗങ്ങൾ സിനിമയ്ക്കുണ്ടാകുമെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. താൻ പുതിയൊരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നതായി സംവിധായകനും അഭിനേതാവുമായ സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇതുകൂടാതെ ചിത്രത്തിന്റെ കഥയും താരം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പിന്തുണയുണ്ടെങ്കിൽ ചിത്രം ഉടൻ തന്നെ പുറത്തിറക്കാനാകുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. 500 കോടി ബജറ്റിൽ 2 ഭാഗമായിട്ടുള്ള പാൻ ഇന്ത്യൻ ചിത്രമാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കാൻ പോകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ 500 കോടി ബജറ്റിൽ ഹോർമുസ് കടലിടുക്ക് ദ റിവെഞ്ച് ചാപ്റ്റർ 1 എന്ന പേരിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്താലോ എന്ന ചിന്തകൾ. കഥ കേട്ട് നിങ്ങളൊക്കെ നിർബന്ധിച്ചാൽ ഞാൻ ചെയ്യാം. കഥ ഇങ്ങനെയാണ്: തുടക്കം, പിന്നെ ഒരു ഐറ്റം ഡാൻസ്, പിന്നെയാണ് കഥയിലേക്ക് പോവുക. ഇറാൻ ഗൾഫ് ഇസ്രായേൽ യുദ്ധം കാരണം ഇന്ത്യയുടെ LPG ഗ്യാസ് നിറച്ച 101 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിപ്പോവുകയാണ്. സർക്കാരും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. LPGക്ക് ഇന്ത്യയിൽ 60 രൂപ വില കൂടുമെന്ന അവസ്ഥ. ജനങ്ങൾ ഇളകുന്നു. ഒടുവിൽ ഇറാനിൽ നിന്നും കപ്പൽ ഇന്ത്യയിൽ എത്തിക്കുവാൻ ആഭ്യന്തരമന്ത്രി DGPയോട് പറയുന്നു. ഇനി അവനെ വിളിക്കൂ, അവൻ വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. സന്തോഷ് പണ്ഡിറ്റ് അവതരിപ്പിക്കുന്ന 7 പാക്ക് ശരീരമുള്ള സുന്ദരനായ ഉത്തർപ്രദേശുകാരനായ സന്തോഷ് പണ്ഡിറ്റ് കപൂർ IPS എന്ന കരുത്തനായ പോലീസ് കമ്മീഷണറെ ഹോർമുസ് കടലിടുക്കിൽ നിന്നും കപ്പലുകൾ രക്ഷിച്ച് ഇന്ത്യയിൽ എത്തിക്കുവാനായി ദൗത്യമേൽപ്പിക്കുന്നു. പക്ഷേ ഈ നായകന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആളൊരു ചൂടനാണ്. ഏതെങ്കിലും ക്രിമിനലിനെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലും. അത് അങ്ങേരുടെ ഒരു വീക്ക്നെസ് ആണ്. ഒരു യുവതിയെ പീഡിപ്പിച്ചു കൊന്ന 12 പേരെ അവരുടെ വീട്ടിൽ പോയി വെടിവെച്ച് കൊന്നു. എങ്ങനെയുണ്ട്? ഇതറിഞ്ഞ് കോടതി ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു. ഇതറിഞ്ഞ് പണ്ഡിറ്റിന്റെ സുന്ദരിയും പണക്കാരിയുമായ കേരളത്തിലെ കാമുകി അങ്ങേരെ തേച്ചു പോകുന്നു. ജോലിയില്ലാത്ത ഒരുത്തനെ എനിക്ക് വേണ്ട, പ്ലീസ് എന്നെ ശപിക്കരുത് എന്നൊക്കെ ഡയലോഗ് പറഞ്ഞ് മറ്റൊരാളെ കെട്ടുന്നു. വിഷമിച്ച് നിൽക്കുന്ന പണ്ഡിറ്റിന്റെ കഥയറിഞ്ഞ് സഹതാപം തോന്നിയ മറ്റൊരു പാവപ്പെട്ട വീട്ടിലെ ഉത്തർപ്രദേശുകാരിയായ യുവതി പ്രണയിക്കുന്നു. അവളുമായി പണ്ഡിറ്റിന്റെ വിവാഹത്തിന്റെ തലേദിവസമാണ് ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുവാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുന്നത്. പണ്ഡിറ്റ് എന്ന പേര് മാറ്റി മൂസക്കുട്ടി എന്ന ഇറാൻ സ്റ്റൈൽ പേരിടുന്നു. സസ്പെൻഷനൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നു. ഒടുവിൽ കല്യാണം മാറ്റിവെച്ച് പണ്ഡിറ്റ് ഒരു ഇന്ത്യൻ ഏജന്റായി സ്പൈ വർക്ക് ചെയ്യുവാൻ ഇറാനിലേക്ക് നുഴഞ്ഞു കയറുവാൻ പോകുന്നു. ഉത്തർപ്രദേശിൽ നിന്നും ഹോർമുസ് വരെ നീന്തി പോകുന്നു. ആകെ കയ്യിലുണ്ടായിരുന്ന കാമുകിയുടെ ഫോട്ടോ കത്തിക്കുവാൻ പറയുന്നു. അത് ചെയ്യുന്നു. ഈ ദൗത്യത്തിൽ പണ്ഡിറ്റിനെ സഹായിക്കുവാൻ 2 സുന്ദരികളെയും സർക്കാർ കൊടുക്കുന്നുണ്ട്. പണ്ഡിറ്റിനെ കണ്ട ആദ്യ മാത്രയിൽ തന്നെ 2 സുന്ദരിമാരും മനസ്സുകൊണ്ട് പ്രണയിക്കുന്നു. പക്ഷേ അതിനൊന്നും പണ്ഡിറ്റ് നിന്നു കൊടുക്കുന്നില്ല. ഇറാനിൽ വിദഗ്ധമായി നീന്തിയെത്തിയ അവരെല്ലാം മീൻകാരായി വേഷം മാറി മീൻ വിറ്റ് ജീവിക്കുന്നു. ഇടയ്ക്കൊക്കെ വാർക്കപ്പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇറാന്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം പണ്ഡിറ്റ് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കുന്നു. അതിനിടയിൽ 2 ഇറാനിയൻ സ്ത്രീകൾ പണ്ഡിറ്റ് മൂസക്കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രണയിക്കുന്നു. പക്ഷേ ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന പണ്ഡിറ്റ് ആ പ്രണയം നിരസിക്കുന്നു. ഇറാൻ യുവതികളുടെ ഹൃദയം തകരുന്നു. ഇതിനിടയിൽ തന്റെ ഇന്ത്യൻ കാമുകിയെ ഓർത്ത് ലോലഹൃദയനായ പണ്ഡിറ്റ് കരയുന്നു. ഇന്ത്യയുടെ 101 കപ്പലുകൾ രക്ഷിക്കുവാൻ ഒരു രാത്രിയിൽ പണ്ഡിറ്റ് വിദഗ്ധമായ പ്ലാൻ തയ്യാറാക്കുന്നു. ഈ സമയം ഇങ്ങനൊരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന് ഇറാൻ പോലീസ് തിരിച്ചറിഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പണ്ഡിറ്റ് തന്റെ ഇറാൻകാരായ വാർക്കപ്പണിയുടെ മേസ്തിരിയുടെ മുന്നിൽ പെട്ടുപോകുന്നു. പക്ഷേ താൻ മേസ്തിരിയും കോപ്പും ഒന്നുമല്ലെന്നും താനും ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന് മേസ്തിരി പറയുന്നു. രഹസ്യങ്ങൾ ചോർത്തുവാൻ 45 വർഷമായി താനും ഇവിടെ വാർക്കപ്പണി ചെയ്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞു പണ്ഡിറ്റിനെ സഹായിക്കുന്നു. കുറെ AK-47 തോക്കുകൾ, ചൈനീസ് ബോംബുകളൊക്കെ കൊടുത്ത് കപ്പലിൽ പണ്ഡിറ്റിനെ കൊണ്ടെത്തിക്കുന്നു. അപ്പോഴേക്കും ശത്രുക്കൾ കപ്പൽ വളയുന്നു. പണ്ഡിറ്റ് ഓടുന്നു, ചാടുന്നു, പറക്കുന്നു. ഒറ്റയ്ക്ക് എല്ലാവരെയും എതിരിട്ട് കുറെ പേരെ കൊന്നു, മറ്റുള്ളവരെ ഓടിച്ചു. 5 ഡയലോഗുകളൊക്കെ പറയുന്നു. ഒടുവിൽ 101 കപ്പലുമായി ഹോർമുസ് കപ്പലിടുക്കിൽ നിന്നും പണ്ഡിറ്റ് മുന്നിൽ നിന്ന് നയിച്ച് ഉത്തർപ്രദേശിലെത്തിക്കുന്നു. ഉടനെ പണ്ഡിറ്റ് ഓടിയെത്തി കാമുകിയെ കാണുന്നു. ഇതോടെ ഇന്ത്യയിലെ LPG ക്ഷാമം പരിഹരിക്കപ്പെടുന്നു. പണ്ഡിറ്റിന് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. കാമുകി വിവാഹം കഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പണ്ഡിറ്റിന് വാട്സപ്പ് കോൾ വരുന്നു. പണ്ഡിറ്റെ, നിങ്ങൾ ഒരിക്കൽ കൂടി ഹോർമുസ് കടലിടുക്കിൽ പോകണം. ഇത്തവണ ഇന്ത്യയുടെ പെട്രോൾ, ഡീസൽ നിറച്ച 301 കപ്പലുകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയിൽ എത്തിക്കണം. ഇതാണ് പുതിയ ടാസ്ക്. ഇത് കേട്ടതോടെ വീണ്ടും വിവാഹം മാറ്റിവെച്ച് പണ്ഡിറ്റ് വീണ്ടും ഹോർമുസ് കടലിടുക്കിലേക്ക് ലക്ഷ്യമാക്കി പോകുന്നു. കാമുകി അമ്മേ എന്ന് പറഞ്ഞു കരയുന്നു. ഇത്തവണ പണ്ഡിറ്റിനെ സഹായിക്കുവാൻ 3 സ്ത്രീകളെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ സ്ക്രീനിൽ. പ്ലീസ് വെയിറ്റ് ഫോർ ചാപ്റ്റർ 2. കഥ എങ്ങനെയുണ്ട്? വിജയിക്കുമോ? ഞാൻ ഇതോടെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആകുമോ? റിപ്ലൈ തരിക എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.